നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് സ്വന്തം നാട് വിട്ട് പഠിക്കാൻ പോയ പെൺകുട്ടി യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായതായി വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. പക്ഷെ അപ്രതീക്ഷിതമായി വീട്ടുകാരെ തേടിയെത്തുന്നത് അവളുടെ മരണ വാർത്തയാണ്. കർണാടകയിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരുപാട് ദുരൂഹതകളാണ് ഉയരുന്നത്. വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച സംഭവത്തിൽ മാനേജ്മെന്റിനെതിരെ ആരോപണവുമായി ബന്ധുക്കളും സഹപാഠികളും രംഗത്ത് വരികയാണ്. അനാമിക ആത്മഹത്യ ചെയ്തത് മാനസിക പീഡനം മൂലമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ദയാനന്ദ സാഗർ കോളേജിൽ ഇന്നലെയാണ് അനാമികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ശരിയായ അന്വേഷണം വേണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പരീക്ഷയിൽ കോപ്പി അടിച്ചെന്ന് ആരോപിച്ചാണ് അനാമികയെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നത്. പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയതിന് വലിയ തുക ഈടാക്കാൻ മാനേജ്മെന്റ് അനാമികയോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം പറഞ്ഞ് നിരന്തരം മാനേജ്മെന്റ് സമ്മർദ്ദത്തിലാക്കിയിരുന്നു. നിരന്തര മാനസിക പീഡനം മൂലമാണ് അനാമിക ആത്മഹത്യ ചെയ്തതെന്ന് ഇവർ പറയുന്നു. കുട്ടിയെ അധികൃതർ ടോർച്ചർ ചെയ്തിരുന്നതായും സഹപാഠികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അനാമിക ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നെന്നും കുട്ടികൾ പറയുന്നു. ഇന്നലെ മരിച്ചിട്ടും മൃതദേഹം അഴിച്ചു മാറ്റിയത് രാവിലെ 11 മണിക്കാണെന്നും ആരോപണമുണ്ട്. അതായത് മണിക്കൂറുകളോളം അനാമിക അവിടെ തൂങ്ങി മരിച്ച നിലയിൽ തന്നെ അവിടെ തന്നെ ശരീരം വെച്ചു എന്നാണ് കുട്ടികൾ പറയുന്നത്. ഹോസ്റ്റൽ മുറിയിൽ 2 ആത്മഹത്യാക്കുറിപ്പുകൾ അനാമിക എഴുതി വെച്ചിരുന്നുവെന്നാണ് സഹപാഠികൾ പറയുന്നത്. എന്നാൽ ഇതിലൊന്ന് മാനേജ്മെന്റ് മാറ്റിയെന്നും സഹപാഠികൾ ആരോപിക്കുന്നു. അനാമികയുടെ മരണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് കോളേജിൽ നടന്നത്. ഇന്റേണൽ പരീക്ഷയ്ക്കിടെ അനാമികയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കണ്ടെന്നും അത് കോപ്പിയടിക്കാൻ കൊണ്ടുവന്നതാണെന്ന് ഡീൻ പറഞ്ഞുവെന്നും സഹപാഠികൾ ആരോപിക്കുന്നു. ഇതിനെ തുടർന്ന് കോളേജിൽ വരേണ്ടെന്ന് അനാമികയോട് പറഞ്ഞെന്നും സഹപാഠികൾ കൂട്ടിച്ചേർത്തു. അതേസമയം ആരോപണങ്ങൾ കോളേജ് അധികൃതർ നിഷേധിച്ചു. താൻ മാനസിക പീഡനം നേരിട്ടിരുന്നു എന്ന കാര്യം സഹപാഠികളോട് പറയുന്നതിന്റെ ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഞാനിനി പഠിച്ചിട്ട് കാര്യമില്ല, തലയിൽ കയറുന്നില്ല, സസ്പെൻഷനാണെന്ന് പറഞ്ഞു, പേപ്പർ കിട്ടിയിട്ടില്ല, സസ്പെൻഷനിലാണെന്ന് പറഞ്ഞു, സെമസ്റ്റർ ആകുന്നതിനിടയ്ക്ക് നമ്മൾ ഇറങ്ങുന്നതാണെങ്കിൽ ഏജന്റിനോട് പറയുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നും പറയുന്നു. അങ്ങനെ എന്തെങ്കിലും വഴി നോക്കണം, ഇവിടെ നിന്നാൽ പാസ്സാകാതെ സപ്ലി അടിച്ചുവിടും. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടിട്ട് എനിക്കിവിടെ നിൽക്കണമെന്നില്ല, വട്ടാണെന്ന് ചോദിച്ചു. ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല എന്നായിരുന്നു അനാമിക അവസാനമായി സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിച്ചത്. മരണത്തിന്റെ അവസാന നിമിഷം വരെ മാനസികമായി അവളെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് സഹപാഠികളും വിമർശനം ഉന്നയിക്കുന്നത്. പല കാരണങ്ങൾ പറഞ്ഞ് നിരന്തര മാനസിക പീഡനങ്ങൾ അവിടെ നടക്കുകയാണെന്നും മലയാളി വിദ്യാർത്ഥികളെല്ലാം ഇതേ പീഡനം നേരിടുന്നുണ്ടെന്നും സഹപാഠികൾ. ഇത് പുറത്തറിയാതിരിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കനക്പൂരിലെ ദയാനന്ദ സാഗർ നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു അനാമിക. കോളേജിൽ പ്രവേശിച്ചിട്ട് വെറും 4 മാസം മാത്രമേ ആകുന്നുള്ളൂ. ഇതിനിടയിൽ തന്നെ അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും ഭാഗത്തു നിന്ന് കടുത്ത സമ്മർദ്ദം അനാമിക നേരിട്ടുവെന്നാണ് ആരോപണം ഉയരുന്നത്.